അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും രാഹുൽ ഈശ്വർ 2 ദിവസത്തിനകം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങും. അദ്ദേഹത്തെയും പൂമാലയിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടമായാലും ശരി തന്നെയാണ്, അദ്ദേഹവും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും. ജയിലിൽ നിരാഹാര സത്യാഗ്രഹം അത് കോടതിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇവിടെ സത്യത്തിന് എന്താണ് വില? എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ട് വാ മൂടി കെട്ടിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതായത് ഇവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പുള്ളിക്കാരൻ തെറ്റുകാരനാണ് എങ്കിൽ അത് കോടതി ശിക്ഷിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇര എന്ന് പറയുന്ന അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി, ഈ പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയ തെറ്റ് ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിച്ച് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഈ പറയുന്ന ആടെ കൂടെ, അതായത് ഒരു MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് ചാറ്റ് ചെയ്യുകയും പിന്നെ ഒടുവിൽ ഗർഭം ധരിക്കുകയും ചെയ്തത് അല്ലെ. അല്ലാതെ ചുമ്മാതെ ഒന്നും എന്താ പറയാ അങ്ങനെ നോക്കുമ്പോഴേ ഗർഭം ധരിക്കാൻ മാത്രം ഒന്നും സംഭവമല്ലല്ലോ. അപ്പൊ അവിടെ ഇവർ തമ്മിൽ ഒരു പ്രണയത്തിലായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇവര് മാത്രം അതിജീവിതയും ഇവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം മാത്രം കുറ്റക്കാരനും ആകുന്നതിനോട് എന്ത് ഈ ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ആക്ച്വലി ഇവിടെ ഇര എന്ന് പറയുന്നത് ഈ പറയുന്ന യുവതിയുടെ ഭർത്താവല്ലേ? സത്യത്തിൽ അദ്ദേഹത്തെ അല്ലയോ ഈ ചതിച്ചിരിക്കുന്നത്? അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഈ പറയുന്ന മീഡിയക്കാര് അതിജീവിതയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൊക്കിപ്പിടിച്ച് ഈ ആണുങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലയുമില്ല. ഇനിയും ഈ രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ ജീവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കും? ഈ പറയുന്ന മീഡിയക്കാർ ഏറ്റെടുക്കുമോ? അവർക്ക് ഈ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനല്ലാതെ ഒരാളുടെ ജീവിതം മെച്ചപ്പെടുത്തി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ചെയ്യുമോ? അവർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ട് അച്ഛനും അമ്മയൊക്കെ, അവർക്കും ഉണ്ട് സിസ്റ്ററും കാര്യങ്ങളും ഒക്കെ. ഈ പറയുന്ന അതിജീവിതയ്ക്ക് മാത്രമല്ല. അത് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അതിജീവിതയെ എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ ഒരാളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ റിമാൻഡിലിട്ടിരിക്കുന്നു 14 ദിവസത്തേന്. അദ്ദേഹത്തിന്റെ വായി മൂടിക്കെട്ടി. ആദ്യം പേപ്പർ ഒന്നും കൊടുത്തിട്ടില്ല. അല്ല ഒരു എന്താ പറയുക, ഇതിനൊരു അറസ്റ്റ് വാറന്റ് ഒക്കെ കൊടുക്കണമല്ലോ. അതും കൊടുക്കാതെ നേരെ പോകുന്നു. അത് ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഒന്നും പറയാതെ നേരെ പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം അറസ്റ്റ് പിന്നെ കേസ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ അദ്ദേഹം അവിടെ നിരാഹാരം കിടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും. ജയിലിൽ നിരാഹാര സത്യാഗ്രഹം അത് കോടതിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. പോലീസ് പച്ചക്കള്ളങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളങ്ങൾ. എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല, ഈ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ചിത്രം കേട്ടിട്ടുണ്ടോ? പച്ചക്കള്ളങ്ങൾ പറയുകയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ. ഒരാൾക്കെതിരെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരുടെ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരാൾക്ക് വേണ്ടി സംസാരിച്ചത്, ഒരു ആണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതാണോ ഇദ്ദേഹം ചെയ്ത കുറ്റം? ഇവിടെ അപ്പം ഈ പറയുന്ന ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വേണ്ടേ? തെറ്റിനെതിരെ സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ? തെറ്റിനെതിരെ സംസാരിച്ച് കഴിയുമ്പോഴത്തേന് അവരുടെ വാ മൂടിക്കെട്ടുകയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ അദ്ദേഹം നിരാഹാര സമരത്തിലൂടെയാണ് പോകുന്നത്. അദ്ദേഹം അവിടെ ഇതാണ് പറയുന്നത്, എനിക്ക് ഇതിനൊരു നീതി കിട്ടുന്നിടം വരെ ഞാൻ നിരാഹാരം കിടക്കുന്ന പറയുന്നേ. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ നിർത്തിക്കഴിഞ്ഞാൽ വിട്ടേക്കാമെന്നും പറയുന്നുണ്ട്. ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞ് ഞാൻ നിർത്തത്തില്ല, ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും, സത്യം ജയിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ പല ആണുങ്ങളും ഇപ്പൊ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ഇവർ രണ്ടുപേരും പ്രണയത്തിലായതാണ്. ഒരു ഭർത്താവ് ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ ഈ കുറ്റക്കാരി, ഈ പെൺകുട്ടിയും കുറ്റക്കാരിയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. അതിന് വേണ്ടത് ഇത് മീഡിയക്കാരങ്ങ് വിചാരണ നടത്തി അദ്ദേഹത്തിന്റെ കുടുംബം നോക്കാതെ, അദ്ദേഹത്തിന്റെ ഒന്നും നോക്കാതെ അങ്ങ് ചെയ്തു കൂട്ടും. ഇപ്പൊ രാഹുൽ ഈശ്വരനും അതുപോലെ തന്നെയാണ് അവസ്ഥ. അദ്ദേഹത്തെയും അങ്ങ് തേജോവധം ചെയ്തു കളഞ്ഞു. ഓക്കെ, ബാക്കി നിരാഹാര സത്യാഗ്രഹം ഇരിക്കും. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. നിരാഹാര സത്യാഗ്രഹം പുള്ളി പറഞ്ഞു കേട്ടോ, ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്, നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല.
ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോയി. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പേരുടെ ജീവിതം ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കേസിൽ. ഉള്ളതാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം, നമ്മളും അതിനെതിരെ നിൽക്കും. ഇല്ലാത്ത ഓരോ കേസുകൾ കെട്ടിച്ചമച്ച് ഓരോരുത്തരുടെ ഇമേജ് തന്നെ തകർത്ത് കളയുകയാണ്. ഇദ്ദേഹത്തിനും ഇല്ലേ, ഇദ്ദേഹം ഒരു MLA ആണെന്ന് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു വികാരങ്ങളും ഇദ്ദേഹം ഒരു മനുഷ്യജീവിയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് വേണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടം അവിടെ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി അതും അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് പോയിട്ട് ചെറ്റപൊക്കി അങ്ങനൊന്നും അല്ലല്ലോ. ഇവര് നല്ല പരസ്പര ധാരണയോടുകൂടി ചെയ്ത കാര്യങ്ങളല്ലേ? അപ്പൊ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം മാത്രം ഇങ്ങനെ തെറ്റുകാരനാവും? ഈ ഒരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഓക്കെ, ബാക്കി ഞാൻ ചിത്രം പബ്ലിഷ് ചെയ്തിട്ടില്ല. പച്ചക്കള്ളം പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പച്ചക്കള്ളം പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എനിക്ക് നോട്ടീസ് കള്ളം പറഞ്ഞു. പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ്. നോട്ടീസ് തന്നിട്ടില്ല. പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ്. നോട്ടീസ് തന്നിട്ടില്ല. ഞാൻ ആ പെൺകുട്ടിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതെല്ലാം ഉണ്ടെന്ന് പച്ചക്കള്ളം പറഞ്ഞു. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ഒരു AI ജനറേറ്റഡ് പിക്ചർ ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഈ പുള്ളിക്കാരൻ ഒരു ഫോട്ടോ പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പുള്ളിക്കാരിയുടെ ഈ പറയുന്ന അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ വെറും കള്ളക്കേസുകൾ കെട്ടിച്ചമച്ച് കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നോക്കി, ഇത് കേരളത്താണ് നടക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പേരിലും ഏറ്റവും മുൻപന്തി നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഓരോ മനുഷ്യനെ നശിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഇവിടെ പുരുഷന്മാർക്ക് ഒരു വിലയുമില്ല. ഇന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വരന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ജീവിതം വെച്ച് കളിക്കുന്നവർക്കെതിരെയായിരിക്കും നാളെ ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇത് കള്ളക്കേസുകൾ ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ എന്ത് ഇത്? ഇവിടെ നിയമം സംരക്ഷിക്കേണ്ടവർ കള്ളക്കേസുകളിലൂടെ മറ്റുള്ളവരെ കുടുക്കി അവരുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുമ്പം വളരെ മോശമാണ് ഇതൊക്കെ. വ്യക്തമായ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘനം, വിധികളുടെ വ്യക്തമായ ലംഘനമാണ്. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും. അതിന് എക്സ് കമ്മീഷൻ വേണം. ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആളുകളെ അറസ്റ്റ് ചെയ്ത് 2 ദിവസം ജയിലിലിടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. 100% കള്ളമാണ്. വേറെ വേണ്ട, കള്ളമാണ് പറയുമ്പോൾ പാടുപടി വരെ ഒന്നും പോകണ്ട. ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ടോ നോക്കിയാൽ ഇല്ല, ആ വീഡിയോകൾ ഉണ്ടാകില്ല, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതിയിൽ വിധി മേടിച്ചാണ്. 2 പോലീസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നോട്ടീസ് തന്നതാണ്. ഒരു നോട്ടീസ് തന്നിട്ടേ ഇല്ല, ചുമ്മാ പറയാം. അങ്ങനെ കള്ളം പറഞ്ഞ് എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും? അവിടെ പോലീസിന് വേണ്ടി അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം, ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു, കൂടെ കിടന്നു അങ്ങനെ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറയാണ്. ഞാനത് സൗണ്ട് റൈസ് ചെയ്ത് പറഞ്ഞാൽ പറയാണ്. ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല, എന്റെ വേറെ ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് മനസ്സിലാക്കുക? അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല? ഒരു ഗവൺമെന്റ് അങ്ങനെ ഔദ്യോഗികമായിട്ട് കള്ളം പറഞ്ഞ അർത്ഥമാണ്. ഇവിടെ കള്ളങ്ങൾക്കാണ് വിജയിക്കാൻ പറ്റുക, സത്യങ്ങൾക്ക് ഒരു വിലയില്ല എന്നാണ് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടമല്ലേ കാര്യങ്ങള്. ഇവിടെ ഈ രാഹുൽ ഈശ്വർ ഒരു ഫോട്ടോ പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റ്? സത്യത്തിന് വേണ്ടി സംസാരിച്ചതോ? ഇവിടെ എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾ മാത്രം എങ്ങനെ തെറ്റുകാരനാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോടതി ശിക്ഷിക്കും, ഇല്ലേ? അന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ ഒരു നോട്ടീസും കൊടുക്കാതെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് പിന്നെ കേസ് ഈ പുള്ളിക്കാരന്റെ മണ്ടയിലേക്ക് എഴുതി ചേർക്കുക എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മെൻസ് കമ്മീഷൻ വരണം, എങ്കിൽ മാത്രമേ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഒരാളൊന്ന് തൊട്ടു എന്ന് പറഞ്ഞാലും നോക്കി എന്ന് പറഞ്ഞാലും ഉടനെ കേസാണ്, അവനെ എടുത്ത് ഉള്ളിലിടുന്നു, അവന്റെ ജീവിതം നശിപ്പിക്കുന്നു. സത്യത്തിൽ സംഭവിക്കുന്നവരും ഉണ്ട്. സത്യത്തിൽ എത്രയോ സ്ത്രീകൾക്ക് ഈ പീഡനങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു. അവരുടെ ഒരു വാക്കിന് പോലും ഇപ്പൊ വിലയില്ലാത്ത രീതിയിലാണ് ഇതുപോലെ കുറെ എണ്ണം വന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ കേസുകളും കൊടുക്കുന്നത്. എന്തു പറയാനാണ് നോക്കൂ. ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ടോ? കോടതി എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? ഒന്നെനിക്ക് നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞു, പച്ചക്കള്ളോട് നോട്ടീസ് നൽകിയിട്ടില്ല, ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി കൂടെ കിടന്നു തുടങ്ങിയ കാര്യമേ, അതൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞേ ജയിച്ചിട്ട് എന്ത് അർത്ഥമാണെന്നും അവിടെയാണ് അങ്ങനെ കള്ളം പറയുന്നത്. ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അനുകൂലമായ സമീപനം ഉണ്ടാവും. അത് ചെയ്യരുത്.
അത്ര അനീതിയും അസത്യമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണം, ഇത് ബ്ലേറ്റന്റ് വയലേഷൻ അല്ലേ? 7 വർഷത്തിന് താഴെയുള്ള അല്ലെങ്കിൽ 7 വർഷത്തിന് താഴെ തടവ് ലഭിക്കാനുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻ ജാമ്യം പോലും ലഭിക്കേണ്ടതില്ലേ? അതല്ലേ അർദേശ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ? എന്തുകൊണ്ട് അത് കള്ളം പറയുമോ? ചിത്രങ്ങൾ വെച്ചു. ആ പെൺകുട്ടിയുടെ അല്ലേ ചിത്രമാണ്. ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞ ഒരാളെ കൊടുക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ദണ്ഡം വേണ്ടി. അബ്സല്യൂട്ട് കള്ളങ്ങളാണ്. ഈ കോടതി ഉത്തരവിൽ പറയുന്നത് രാഹുൽ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ല, നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്, പ്രതി സമാന കുറ്റം ആവർത്തിക്കും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഉത്തരവല്ല, പോലീസുകാർ പറഞ്ഞെടുത്ത് വൈകുന്നേരത്ത് പറയുന്നത്. പോലീസുകാർ ആർപ്പിക്കുന്നത് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കുറ്റമാണ് ചെയ്യുന്നത്? ആ ചിത്രങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പെൺകുട്ടിയുടെ ചിത്രം കണ്ടിട്ടില്ലേ? അത് വേറൊരാളാണ്, രഞ്ജിത പുളിക്കലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോലുമില്ലേ. കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത്. കള്ളക്കേസുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഒരാളെ കൊടുക്കാൻ വേണ്ടി എന്താ ഇത്? നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കൺമുമ്പിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും ഇതിനെക്കുറിച്ച് മെൻസ് അസോസിയേഷന്റെ അജിത് കുമാർ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് ഞാനാണെ പ്രസിദ്ധീകരിക്കും, ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ പ്രസിദ്ധീകരിക്കും എന്ന രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ നിയമത്തെ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നതിലും കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കേട്ടു നോക്കി. ഇനി അടുത്ത് വരുന്ന മാങ്കൂട്ടം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ യുവതി ചെയ്യാത്ത എന്ത് തെറ്റാണ് മാങ്കൂട്ടം ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടതിന് പകരം ഒരു MLAക്കും അങ്ങോട്ട് മെസ്സേജ് അയച്ച് അയാളെ ചങ്ങാത്തം കൂടി അതിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന് അപമാനമല്ലേ? ഇവിടുത്തെ സ്ത്രീകൾക്ക് അപമാനമല്ലേ? എത്രയോ സ്ത്രീകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ചു ഇപ്പൊ ഒരു 24 മണിക്കൂറായിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നടിയുടെ വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. അജിത് കുമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? എവിടെ പോയി പരസ്യ പിന്തുണക്കാരൊക്കെ കാണുന്നില്ലല്ലോ? അല്ല, പരസ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ പിന്തുണ കിട്ടുന്നുണ്ട്. മറ്റുള്ള രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോയ്ക്ക് പിന്തുണ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല, ജനപിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് പേരെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടാവാം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും രാഹുൽ ഈശ്വർ 2 ദിവസത്തിനകം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങും. അദ്ദേഹത്തെയും പൂമാല ഇട്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും, അതിന് യാതൊരു മാറ്റമില്ല. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടമായാലും ശരി തന്നെയാണ്, അദ്ദേഹവും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. കാര്യം പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഇന്നത്തെ നിയമം അതല്ലേ നമ്മൾ അനുശാസിക്കുന്നത്. അപ്പൊ പിന്നെ ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ പരസ്പര സ്നേഹത്തോടു കൂടി പരസ്പര ഇഷ്ടത്തോടു കൂടി അവർ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ തെറ്റാണെന്ന് പറയും? അതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അത് ശരിയല്ലേ? അപ്പം രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെ തെറ്റുകാരനാവും? പിന്നെ ഇവിടെ ഇതിനു വേണ്ടി സംസാരിച്ച ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ എങ്ങനെ തെറ്റുകാരനാവും? അദ്ദേഹത്തെ കുറിച്ച്, രാഹുൽ ഈശ്വരനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഫോട്ടോ ഇട്ടിട്ടില്ല, അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ്. ഒരുപക്ഷെ എനിക്കാണ് ഇവ കാര്യങ്ങൾ അറിയാവുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ അത് കൊടുത്തേനെ. കാരണം കല്യാണം കഴിഞ്ഞ അതിജീവിതയുടെ ഐഡന്റിറ്റി താങ്കൾ പുറത്ത് വിട്ടേനെ എന്നാണോ പറയുന്നത്? എന്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വിട്ടേനെ. ഇതിന് മുന്നേ വിട്ടേ. അല്ല, ഒറ്റ മിനിറ്റ്. അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ നിയമം വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, താങ്കളാണെങ്കിൽ ഐഡന്റിറ്റി പുറത്ത് വിട്ടേനെ എന്നാണോ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പുരുഷന്മാരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും അതിന് കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് തന്നെയാണ് കാരണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവായിട്ടൊരു വ്യക്തി, അയാൾ ആരെന്ന് പോലും അറിയില്ല, അയാൾ ഇത്രയും എന്തുമാത്രം സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വേറൊരു യുവാവിൽ നിന്ന് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു MLAയുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേദന യഥാർത്ഥത്തിൽ ഈ യുവതിയുടെ ഭർത്താവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവ് നിലനിൽക്കെ കാമുകനുമായിട്ട് വേറൊരാളുമായിട്ട് പ്രണയം നടിക്കുക, അതിൽ ഗർഭം ധരിക്കുക, അയാളെ വഞ്ചിക്കുന്ന. ഇവിടെ ഈ അജിത് കുമാർ പറയുന്നതിലും കാര്യമുണ്ട് ഇല്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഈ അതിജീവിതയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു നിയമത്തിന്റെ ഒരു ഇതാണല്ലോ. അപ്പൊ നിയമത്തെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്കും വേണ്ടേ ഒരു നിയമം? അവരുടെ ഫോട്ടോ എന്തിനാണ് ഇങ്ങനെ പബ്ലിസിറ്റി ഇട്ട് കളിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എങ്കിൽ പിന്നെ ഇവർ കൊടുത്ത ഈ വാർത്തകള്, ഇവർ കൊടുത്ത ഈ ഫോട്ടോ ഇട്ട് അധിക്ഷേപിച്ചത് എല്ലാം മാറ്റി എഴുതാൻ പറ്റുമോ? അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന ആ ദണ്ണം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് ഇതെല്ലാം മാറ്റി എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ എത്ര ആണുങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഇരയ്ക്ക് മാത്രമല്ലല്ലോ, ഇരയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന ആടെയും ഫോട്ടോ കൊടുക്കരുത്. അഥവാ അവൻ തെറ്റുകാരനാണെന്ന് കോടതി വിധിച്ചെങ്കിൽ അവന്റെ ഫോട്ടോ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അതല്ലല്ലോ സംഭവിക്കുന്നത്. ഇവിടെ എന്താ പറയാ,
ഒരുത്തന്റെ നേരെ ഒരു അധിക്ഷേപം വന്നു കഴിഞ്ഞാൽ അവന്റെ ഫോട്ടോ എടുത്ത് അവന്റെ വീട്ടുകാരെ, അവന്റെ നാട്ടുകാരെ എല്ലാം നാറ്റിച്ച്, അവനെയും നാറ്റിച്ച്, അവന്റെ കുടുംബത്തെ നാറ്റിച്ച്, അവന്റെ പഠിച്ച സ്കൂളും നാറ്റിച്ച്, അവന്റെ ദേശവും നാറ്റിച്ച്, മൊത്തം നാറ്റിച്ച് കളയും. പക്ഷെ അതിജീവിത എന്ന് പറയുന്ന ആളും ഈ ഇര എന്ന് പറയുന്ന ആളും ഈ കള്ളപ്പരാതി കൊടുത്ത ആളും അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി എഴുതേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ഇവിടെ തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അല്ലാതെ ഈ പറയുന്ന ആരോപണ വിധേയരല്ല. അത് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത് വിധിക്കേണ്ടതും കോടതിയാണ്. കോടതി ഇവര് തെറ്റുകാരാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ എന്ത് നടപടി എടുത്താലും നമുക്കൊരു കുഴപ്പവുമില്ല. എന്തായാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. പുള്ളിക്കാരനെ ഇതുവരെയായിട്ടും പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ചുമന്ന കാറിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു നടിയുടെയാണെന്ന് പറയുന്നു. ആ ചുമന്ന കാറിലാണ് രക്ഷപ്പെട്ടതെന്നൊക്കെയാണ് പറയുന്നത്. എന്തുവായാലും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള കേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യരും ഇവരൊക്കെയാണ് ചർച്ച. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകിട്ട് വരുന്ന മറ്റേ അന്തിച്ചർച്ചകളുണ്ടല്ലോ, അതിലൊക്കെ ചർച്ച ചെയ്യാൻ ഒരു സബ്ജക്ട് കിട്ടിയതോടുകൂടി തന്നെ മീഡിയക്കാർക്ക് അത് മതി. ഈ സ്വർണ്ണക്കടത്തും വേണ്ട, സ്വർണ്ണക്കൊള്ളയും വേണ്ട, ഒന്നും വേണ്ട. എന്താണ് പ്രേക്ഷകർ, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.